ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. ആടൊരു ഭീകര ജീവിയാണെന്ന ഒരു സിനിമ ഇറങ്ങുന്നു. ഇവർ എല്ലാവരും നല്ല പ്രതീക്ഷകളോടെ ഇറക്കിയ സിനിമ, പക്ഷേ ചിന്തിച്ചതിൻ്റെ ഒക്കെ വിപരീതമായി സിനിമ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ കഴിയുന്നില്ല. എല്ലാത്തിനും ഒരു തുടക്കം മാത്രമായിരുന്നു അത്. സിനിമ TV-യിലും OTT-യിലും ഒക്കെ വന്ന് വൻ സ്വീകാര്യത കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് മാത്രം ആടിന്റെ രണ്ടാം ഭാഗം എത്തി. ഒരു നിരാശയും പ്രേക്ഷകർക്ക് കൊടുത്തില്ല. സിനിമ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ മാർച്ച് 19-ാം തീയതി ആടിന്റെ മൂന്നാം ഭാഗം വരാൻ പോവുകയാണ്. അങ്ങനെ ആടെന്ന ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗത്തിന്റെ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആട് 3 ഇറങ്ങാൻ ഒരു ദിവസം കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സിനിമ വരാൻ പോവുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സിനിമയുടെ ഒരു ഐറ്റം ഡാൻസ് വരെ വന്നു. കിടിലനെന്ന് മാത്രമേ പറയാനുള്ളൂ ആ ഡാൻസിനെ കുറിച്ചും ആ പാട്ടിനെ കുറിച്ചും ഒക്കെ. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ട്രെയിലറും നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയിൽ നല്ല രീതിയിൽ മണിക്കൂറിൽ ടിക്കറ്റ് വിറ്റ് പോകുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് പറയുമ്പോൾ ഈ ബബ്ബ എമ്പുരാൻ എന്ന സിനിമകളുടെ അത്ര വരുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജയസൂര്യയുടെ കരിയറിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടുന്ന സിനിമ ആട് 3 ആയിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് വല്ലതും വരികയാണെങ്കിൽ മോനെ പിന്നെ 100 കോടിയിലൊക്കെ നോക്കിയാൽ മതി. മിനിമം ഒരു 100 കോടിയിലെങ്കിലും നോക്കിയാൽ മതി. ഇത് പറയുന്നത് മിനിമം തുകയാണ് കേട്ടോ, ഈ 100 കോടി എന്നത്. അതുമല്ല, നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ ഈ ആദ്യത്തെ 2 മാസം കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ കുറച്ച് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഷാജി പാപ്പനിലും പിള്ളാരിലുമാണ് നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് ഉയർത്താൻ ഒരു പ്രതീക്ഷയുള്ളത്. പിന്നെ നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് ആട് 3 ഒന്ന് ഇൻഡസ്ട്രി ഒന്ന് പൊക്കി കൊടുക്കും. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറച്ചും കൂടെ ഉയർത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്തെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ചെയ്യണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ AMS അലൻ എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് പറ്റുന്ന കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും റീപ്ലൈ തരും പറ്റുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോയും വരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തെന്നാൽ നമ്മുടെ കൽക്കി 2898 AD എന്ന ചിത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ കാണണം. അതായത് മലയാളത്തിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഫുൾ സിനിമയുള്ള ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആട് സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യ ദിവസം തന്നെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം. ആരൊക്കെ ആദ്യ ദിവസം തന്നെ ഈ സിനിമ കാണാൻ പോകുന്നു നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ബൈ. Thanks for watching.